ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയാലോ? അപ്പോൾ കുറച്ച് മാങ്ങയും കിട്ടിയിരിക്കണം, കുറച്ച് മാങ്ങഞ്ചി ഉണ്ട് ഇവിടെ. മാങ്ങഞ്ചി പിന്നെ നമ്മളെ തൊടുവിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത മാങ്ങഞ്ചിയാണ്. അപ്പോൾ അത് രണ്ടും വെച്ചുകൊണ്ടാണ് ചെയ്യണത്. അപ്പം ഇനി നല്ല ചൂടല്ലേ വരുന്നത്, മക്കൾക്കൊക്കെ കഞ്ഞിക്കാരം വേണ്ടിയത്. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കുമ്പം നമുക്ക് അച്ചാർ എടുത്ത് കൊടുക്കാമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും അച്ചാർ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിട്ടോ. അങ്ങനെ ഞാൻ ഒരു ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളിയൊക്കെ നല്ലോണം ചൂടായിട്ട് നല്ലെണ്ണ ഉണ്ടല്ലോ, അതൊരു 200 ഗ്രാമിൻ്റെ 3/4 ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ നല്ലെണ്ണ, വെളിച്ചെണ്ണ, ഓയിൽ ഇത് മൂന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മൂന്നും പാടെ വെച്ചുകൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണ്ടേ. പിന്നെ അടുത്തത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കുറേ അധികം കേട് കൂടാതെ ഇരിക്കും കേട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് ഓയിലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ഈ 3 എണ്ണകളും പാടെ കൂടിങ്ങാണ്ടാട്ടോ നമ്മൾ അച്ചാർ തയ്യാറാക്കണത്. അങ്ങനെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ട് നമ്മൾ കടുക് ഉലുവണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണ്ടേ. അങ്ങനെ കടുകും ഉലുവയും ഒക്കെ നല്ലോണം പൊട്ടി വന്നിട്ട് വേണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി ഉണ്ടല്ലോ അത് ചോപ്പറിലിട്ടാണ്ട് ചോപ്പ് ചെയ്തെടുത്തേക്കാണ്. അതൊക്കെ കുറച്ച് മതി. ഞാനൊരു 200 ഗ്രാം ഈച്ചാണ് എടുത്തത്. ഇത് പിന്നെ കുറച്ച് അത്യാവശ്യം അച്ചാറുണ്ട്. അങ്ങനെ പൊട്ടി വന്നപ്പോൾ ഞാനത് രണ്ടും ഇട്ടെടുത്തു. ഇത് ഇട്ടെടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടെടുത്തു. അതേപോലെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ കറിക്കായം അതുണ്ടല്ലോ, അത് അത്യാവശ്യത്തിന് കുറച്ച് വലുപ്പമുള്ളതായിട്ട് ഇട്ട് കൊടുത്തേക്കണം. എന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ ഇട്ട് കൊടുക്കണം. പൊടിയല്ല, ഈ കട്ടുണ്ടല്ലോ കായത്തിൻ്റെ. പിന്നെ നമുക്കിതൊക്കെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് രണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ നമ്മളെ അച്ചാർ എത്രയാണ് ഉള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ പൊടികളൊക്കെ സിമ്മിലിട്ട് കണ്ടട്ടെ ഞാനിങ്ങനെ വാട്ടിയെടുക്കണത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ അതൊക്കെ നമുക്ക് വിനാഗിരി ഉണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വിനാഗിരിയും അതേപോലെ നമ്മളെ ഈ ഉള്ളികളും ഒക്കെ നല്ലോണം വഴറ്റിയിട്ട് തിളക്കുമ്പം നമ്മളെ മാങ്ങയും ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഈ മാങ്ങയും അതേപോലെ മാങ്ങഞ്ചിയും ഈ സുർക്കയിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ മാങ്ങഞ്ചി കുറേ ചോപ്പറിലിട്ട് അരിഞ്ഞതും അല്ലാതെ കട്ട് ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞ ചോപ്പറിലിട്ട് അരിഞ്ഞു വെക്കാറ്. അപ്പം ഉഷാറായി കണ്ട് അതിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അരിഞ്ഞെടുത്ത് അപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പും തന്നെ നല്ലോണം നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കട്ടോ. കുറച്ചധികം അച്ചാറിൽ പിന്നെ കുറച്ചധികം ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഒന്ന് മാങ്ങയൊക്കെയല്ലേ പെട്ടെന്ന് പോകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ചൂടിലിട്ട് കണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പ് പിന്നെ ഞാൻ കല്ലുപ്പാട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിക്കണേ. അപ്പം ഞാൻ അതൊക്കെ ഒരു സംഭവം കൂടി ചേർത്ത് കൊടുത്തിക്കണ വീഡിയോയിൽ കണ്ടിട്ടില്ല. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂൺ. അപ്പോൾ ഈ എരിവും പുളിയും ഒക്കെ ഇങ്ങോട്ട് നമ്മൾ പഞ്ചസാരയും കൂടി ചെല്ലുമ്പോൾ മധുരം കൂടി ചെല്ലുമ്പം അച്ചാർ എന്താ പറയുക അടിപൊളി ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. ഇനി ഇതൊക്കെ ഒരു സംഭവം കൂടി ചേർക്കാണ്ട്. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് വേണം നമുക്ക് ഇനി അച്ചാറും പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ചൂടാറാതെ ചേർക്കരുത്, ചൂടാറിയിട്ടാണ് ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കണ്ട് ഞാൻ അതൊക്കെ പിന്നെ അച്ചാറിൻ്റെ പൊടി ഉണ്ടല്ലോ അതൊരു പാക്ക് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. കാരണം അത് അത്യാവശ്യം അച്ചാറുണ്ട്.
സുറുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പം നല്ലോണം വെള്ളത്തിലല്ല, ഒന്ന് കുറുന്നനല്ല നമുക്ക് അച്ചാർ രസം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ കുറുന്നനാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ രാത്രി അച്ചാറിടലൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ ബോട്ടിലാക്കി വെച്ചിരിക്കണേ. അപ്പം ബോട്ടിലൊന്നും ഒരു തുള്ളി വെള്ളം ഉണ്ടാവരുത്, ഒക്കെ നല്ലോണം കഴുകിയിട്ട് ഉണക്കിയ ബോട്ടിലാണ് കേട്ടോ. അപ്പം ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെയാണ് ഇതാക്കി വെച്ചത്. അപ്പോൾ 2 ബോട്ടിൽ അച്ചാറുണ്ട്. അപ്പം ഇങ്ങനെ അച്ചാർ ഇടാത്തോലുണ്ടെങ്കിൽ ഈ 3 എണ്ണയും കൂട്ടിങ്ങാണ്ട് ഇടാത്തോലുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.